ഇന്നലെ പോയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നിന്നോടാണാ ചോദിക്കുന്നത്. ഇന്നലെ പോയില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം കൊള്ളാം. നീ എന്താടാ അങ്ങനെ പറയുന്നത്? നന്നായിട്ടില്ലായിരുന്നോ? കൊള്ളാം ചേട്ടാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്ര തൃപ്തിയായില്ല. നീ എന്താ പറഞ്ഞ? കാറ്റടിച്ചപ്പോ കേട്ടില്ല. തൃപ്തിയായില്ലാന്ന്. ഓ ഓ അങ്ങനെയാണോ? അതൊക്കെ കാശിന് വേണ്ടിയിട്ടല്ലടാ. അതുകൊണ്ട് മുഴുവൻ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താ അവള് പരമസുഖം തരും. അതിനിപ്പോ നീ എവിടെ പോരാ? പാവം. മാത്രമല്ല, നീ എന്നെ പോലെ സുന്ദരനായിരുന്നെങ്കിൽ വിചാരിച്ചതെല്ലാം കിട്ടുമായിരുന്നു. നിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ ഒരു ചെറിയ കുട്ടിയല്ലടാ. അതൊന്നും കിട്ടില്ല. എന്താടാ, സത്യമല്ലേ? നീ എന്താ സ്വപ്നം കാണാണോ? നടക്കടാ. ഞാൻ ഉള്ളപ്പോ നീ എന്തിനാടാ പേടിക്കുന്നേ? ആരണ്യ, ഹലോ മാഡം. നിന്നോട് എനിക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കേ, എന്താ കാര്യം? അത് വേറൊന്നുമല്ല, നിന്റെ ഫ്രണ്ടില്ലേ അനീഷ, അവളൊരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുന്ന കണ്ടായിരുന്നു. അതേക്കുറിച്ചാ. അവള് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഓ, ഒരു പക്ഷേ അവളുടെ ബോയ്ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അല്ല. ബോയ്ഫ്രണ്ടും ഇല്ലേ? അപ്പോ ബ്രദേഴ്സോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും? സ്റ്റോപ്പ്. വാട്ട് ഡു യു വാണ്ട്? വേറൊന്നുമല്ല, നമുക്കറിയാവുന്ന കുട്ടിയല്ലേ, അതുകൊണ്ടാ. ഓക്കേ, അവൾ നീ എവിടെയാ കണ്ടത്? ഇന്ന് വൈകുന്നേരം അവിടെ. മോർണിംഗ് 6 to 8 മാത്സ് ട്യൂഷൻ, ക്യാമ്പ് റോഡ്, അവിടെയാണോ കണ്ടത്? ആ ശരിയാ, അവിടെ വെച്ചാണെന്നാ എൻ്റെ ഒരു ഓർമ്മ. അതോ 8 to 5 സ്കൂള് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടെ എങ്ങനെ വെച്ച് കണ്ടോ? അതോ അല്ലെങ്കിൽ 5 to 6 മ്യൂസിക് ക്ലാസ്, ഗാന്ധി റോഡിൽ, അവിടെ വെച്ചായിരിക്കും കണ്ടത്. അവിടെയല്ല. ഇവിടെ ഒന്നും വെച്ച് കണ്ടില്ലെങ്കിൽ ഈവനിങ് 6 to 8 ജനറൽ ട്യൂഷൻ, നേതാജി റോഡിൽ, അവിടെ വെച്ച് കണ്ടോ? എന്താ മിണ്ടാതിരിക്കുന്നത്? എവിടെ വെച്ചാ കണ്ടേന്ന് പറ. ദേ നോക്ക്, നമ്മുടെ പേരൻസിനെ കുറിച്ച് നിനക്ക് നന്നായി അറിയാം. മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്, വെറുതെ കറങ്ങി നടക്കാതെ. അതെ, ഞാൻ അത്രക്കാരനൊന്നുമല്ല കേട്ടോ. അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് ചോദിച്ചതാ. അതിന് എന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. അറിയാവുന്ന പെങ്കൊച്ചല്ലേ? സിസ്റ്ററുടെ സഹോദരിയാ ചേട്ടാ. അപ്പൊ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വളയ്ക്കാമെന്നേ. ഒന്നുമില്ല, ഞാൻ പറയുന്ന അങ്ങ് കേട്ടോ. 10 ദിവസം കൊണ്ട് വളയ്ക്കുന്നു. 11ാമത്തെ ദിവസം എനിക്ക് നാടാവുന്നടാ. പെണ്ണു വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. വെറുതെ ഇരിക്കേട്ടാ, അങ്ങനൊന്നും പറയല്ലേ. ഡാ, അനിയനെ പറ്റി അങ്ങനെയൊന്നും പറയാതടാ. നീ ഇങ്ങോട്ട് വാടാ. ശരണ്യേ, ശരണ്യേ, സമയം ഒത്തിരിയായി, വേഗം ഒന്ന് വാ. ഹായ് ഹായ്. തന്നോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? തന്റെ ഫോൺ നമ്പർ തരുമോ? എന്തിനാ? വേറൊന്നുമല്ല, ആർക്കെങ്കിലും ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ വിളിക്കാന്ന് കരുതിയാ. നമ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കുമല്ലോ, അതിനു വേണ്ടിയാ. അവൾക്കേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഐഡിയ ഒന്നും ഇല്ല.
ദേ പിന്നെ അവൾക്ക് എന്നെ ബ്ലഡ് കുറവാണെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും ഫേസ്ബുക്കും വീചാറ്റും ട്വിറ്ററും ആയിട്ട് നടക്കുക. ഇപ്പോഴാണ് ഇങ്ങേര് നമ്പർ വാങ്ങിക്കാൻ ട്രൈ ചെയ്യുന്നത്. അയ്യോ അയ്യോ, ഒരുപാട് പഞ്ചാര അടിക്കണ്ട. അച്ഛനകത്ത് തന്നെയുണ്ട്. മര്യാദക്ക് കാറ് തുടക്കുന്ന പണി മാത്രം നോക്ക്. ഞങ്ങള് പോട്ടെ, വാടി. നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അത് പറ. വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നാളെ കഴിഞ്ഞാടി ലോഡ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങ് വരും. ഞാൻ വരുമ്പോ നീ ചോദിച്ചതെല്ലാം വാങ്ങിച്ചോണ്ട് വരും. എന്താ മതിയോ? ഞാനുള്ളപ്പോ നീ എന്തിനാടാ ചക്കരെ പേടിക്കുന്നേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ നീ എന്നെ പറ്റിച്ചതുപോലെ ഈ മുറയും പറ്റിക്കരുത് കേട്ടല്ലോ. അമ്മ എന്തിനമ്മ കരയുന്നെ? ശരിയടാ. ആ ആ ഉമ്മ 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 ഉമ്മ. ഏത് മറ്റുള്ളവരോട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ വെറുതെ ഒന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ തന്നെ തെറ്റ്. നിനക്ക് മാത്രം ഇതൊക്കെ ആകാം അല്ലേ? ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്നല്ലോ. നീ ഒരാണാണോ? എടി, ആരെടുത്താടി ആണോന്ന് ചോദിച്ചത്? നിനക്ക് ഞാൻ ആണാണെന്ന് കാണിച്ച് തരാടി. നിഷ, ഹായ്. ഹായ്, ബൈ. ഇല്ലളിയാ, ഏയ് അതിന് മാത്രം ഒന്നുമില്ല. ശരി, നമുക്ക് നോക്കാം. ബൈഡാ. അയ്യോ, അച്ഛൻ. എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഇല്ല, ഞാനിവിടെ വെറുതെ നിന്നതാ. നിഷ, തന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്ര സമയം ഇവിടെ കാത്തു നിന്നത്. ഐ ആം സോ സോറി. വേസ്റ്റ് ഫെലോ. പ്ലീസ് നിഷ, പ്ലീസ്, ലാസ്റ്റ് ചാൻസ്.
I love you. Sorry, Nisha. ഇതിനു വേണ്ടിയിടാ ഞാൻ 4 വർഷം 2 മാസം 4 ദിവസമായിട്ട് ഞാൻ കാത്തിരുന്നത്. Thank God. Thank God. അമ്മേ, മീന എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. നീ തന്നെ ഒന്ന് സംസാരിക്കടാ. അമ്മ തന്നെ വന്ന് സംസാരിക്കേ. ഒരു ജോലിയും ചെയ്യില്ല. വെറുതെ ഇവിടെ ഇരുന്ന് ടിവിയും കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇതൊന്ന് അറ്റൻഡ് ചെയ്താൽ എന്താ നിനക്ക്? എന്തൊരു കഷ്ടം ഇത്. ഹലോ, എന്താടി സുഖാണോ? ആ, എനിക്ക് സുഖം. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? ആഹാ, അത് ശരി. ആ, ശരി ശരി. ആട്ടെ, നിന്റെ വീട്ടുകാരൊക്കെ സമയത്തിനെത്തിയോ? ആ, ശരി ശരിയടി. എന്താടി ഇത് പിന്നെയും പിന്നെ പറയണോ? ഇവിടെയുള്ള കാഞ്ഞിരപ്പള്ളിക്ക് ഞങ്ങൾക്ക് വരാൻ അറിഞ്ഞൂടെ? ഓക്കെ, ശരി. എങ്ങോട്ടാടാ? പുറത്തേക്ക് പോവാമേ. വല്ലതും കഴിച്ചിട്ട് പോവും. ഞാൻ വന്നിട്ട് കഴിച്ചോ. വരാൻ താമസിക്കൂടാ. ദേ വരുന്നു അമ്മേ. ആ, പറയടി. ആ, Cheers! എനിക്കിന്ന് വളരെ സന്തോഷമായിട്ടുള്ള ദിവസമായിട്ടാ. ഒരുപാട് കുടിക്കുകയും വേണം, എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണം. സത്യം പറയാണെങ്കിൽ നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം. എന്താടാ ഇത്ര അഭിമാനിക്കാൻ? അല്ല, ഇവനൊന്നും പെമ്പിളരെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടോ, സൂപ്പർ ചരക്കിനെല്ലാം വളച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു കഴിവായിട്ടാ. എന്തോന്ന് കഴിവ്? ഞങ്ങൾ ഐഡിയ തന്നില്ലായിരുന്നെങ്കിലേ ഈ കാര്യമൊക്കെ നടന്നേനെ. നിങ്ങൾ എന്തൊക്കെ ഐഡിയ പറഞ്ഞു തന്നാലും കളത്തിൽ ഇറങ്ങുന്നവന് അവസാനം സമ്മാനം. നീ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഐഡിയ ഇല്ലെങ്കിൽ നിനക്ക് Correct, പെണ്ണില്ല. correct. അതാണ് കറക്റ്റ്.
നിങ്ങളുടെ ഐഡിയയും കേട്ടോണ്ടിരുന്നെങ്കിലേ ഇപ്പോഴേക്കും അവള് കുറ്റിയും പറിച്ചോണ്ട് പോയേനെ. കൊറേ ഐഡിയയും പറഞ്ഞോണ്ട് വന്നേക്കുന്ന ഐഡിയ. നിങ്ങളുടെ ഐഡിയ ഒക്കെ ചിലപ്പം ബൂത്തിന് ആവശ്യം വരുമായിരിക്കും, പക്ഷെ ഇന്നത്തെ യൂത്തിന് ആവശ്യം വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്ക്, ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പോവാ. പോലടാ നിക്കടാ, കണ്ടോടാ ഞാൻ നിക്കാൻ പറഞ്ഞിട്ട് നിക്കാതെ പോവാ. പോകാതെ അവൻ വേറെന്ത് ചെയ്യും? എന്തായി പറയുന്നേ? സാധനം തീർന്നു പോയി, പിന്നെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ശരി ശരി, എഴുന്നേക്ക്. ഇവിടെ കിടന്ന് വെറുതെ പാമ്പാവണം. ആ ശരി, നമുക്ക് പോകാം. അടിച്ചിട്ടൊന്നും ആയില്ല. മോനെ, ആ ബാഗിങ് എടുത്തോണ്ട് വാ. ശരി അച്ഛാ. മര്യാദക്ക് പഠിക്കണം. ശരി അച്ഛാ. സമയമായി. നിന്റെ അമ്മ അണിഞ്ഞൊരുങ്ങി വരുന്നതിനുള്ളിൽ ഫംഗ്ഷൻ തീരുമെന്നാ തോന്നുന്നത്. അമ്മേ, ദാ വരുന്നു. എടി ഒന്ന് വേഗം വാടി. എടാ, കഴിക്കാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിച്ചോണം. ഞങ്ങള് രാത്രിയാകുമ്പോ എത്തും. പിന്നെ അവനെന്താ കൊച്ചുകുട്ടിയാ? നിങ്ങളെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. ബൈഡാ, ഞങ്ങൾ Bye. വരട്ടെ. സൂക്ഷിച്ചിരിക്കേ. ബൈ അമ്മേ. ഹലോ. ഹലോ ഡിയർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അശ്വിൻ. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്താടാ? എന്ത് പറ്റി അശ്വിൻ? ഒന്നുമില്ല, തരണമെന്ന് തോന്നി, അതുകൊണ്ടാ. എന്ന് വെച്ച് ഇങ്ങനെയാണോ? ഞാൻ റോട്ടിൽ കൂടി നടന്നോണ്ടിരിക്കുവാ അശ്വിൻ. നിനക്കിഷ്ടമായോ? എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. ഇല്ലെന്നോ? ഉണ്ടടാ. അല്ല, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? വേറൊന്നുമല്ല, വീട്ടിലൊന്നും ആരുമില്ല, അതുകൊണ്ടാ. നീ വരികയാണെങ്കിൽ. അതെ, ഒരുപാട് ആഗ്രഹിക്കണ്ട. എനിക്കിന്ന് ട്യൂഷൻ ഉണ്ട്. ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുക. എനിക്കിന്ന് വരാൻ പറ്റില്ല. ഐ എം സോറി. അപ്പോ ട്യൂഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വരുമായിരുന്നു അല്ലേ? നിനക്ക് എന്ത് പറ്റി? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എന്താ നിഷ ഇത്? എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിന്നോടൊപ്പം എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. അതല്ല അശ്വിൻ, ആരെങ്കിലും കണ്ടാൽ ഒത്തിരി പ്രശ്നമാവും. സോറി കേട്ടോ. പേടിക്കണ്ട നിഷ, ഇവിടെ ആരും കാണില്ല. പ്ലീസ് ഒന്ന് വാടാ. പ്ലീസ് വാ. പ്ലീസ് വാ നിഷ. എന്നെ കൊണ്ട് പറ്റില്ല അശ്വിൻ. ബൈ, ഞാൻ ഫോൺ കട്ട് ചെയ്യുക. നിഷ, നിഷ. അശ്വിൻ, അശ്വിൻ, അശ്വിൻ. അശ്വിൻ, അശ്വിൻ. അശ്വിൻ, അശ്വിൻ.
അമ്മ ഞാൻ ട്യൂഷൻ ക്ലാസ്സിലാ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാ. കഴിയാറായി. ഞാൻ ഇപ്പൊ ഇറങ്ങും. വന്നേക്കാം. അശ്വിൻ, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. എനിക്ക് പോണം. നിഷ പ്ലീസ്, ഒരു മിനിറ്റ്, ഒരേ ഒരു തവണ പ്ലീസ്. സ്റ്റോപ്പ് അശ്വിൻ. ഒരിക്കലത്തേക്ക് നിഷ പ്ലീസ് ഒന്ന് വാടാ. വീട് അശ്വിൻ. വരാൻ പറഞ്ഞ വരില്ലെന്നോ? ഇത്ര നേരം മനുഷ്യനെ ഭ്രാന്തനാക്കിയിട്ട് ഇപ്പൊ നിനക്ക് പോണോ അല്ലേ? സ്റ്റോപ്പ് അശ്വിൻ. എന്താ അശ്വിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? യു മാഡ്. യെസ്, ഐ ആം മാഡ്. ലുക്ക് അശ്വിൻ, ഇതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. മനസ്സിലായോ? എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ നിന്നെ വേണം. അശ്വിൻ, വീട്. ഇതൊന്നൊട്ട് ശരിയല്ല അശ്വിൻ. നീ കരുതുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ. നമുക്കിടയിലെ ഒന്നുമില്ല. എല്ലാം ഓവർ. ഗുഡ് ബൈ. നിഷ, നിഷ, നിഷ.